നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിലവിളക്കാണോ വെട്ടുകത്തിയാണോ എന്ന് ആദ്യം വരുന്ന ആർക്കറിയാം. പിടിക്ക്. വാങ്ങിച്ചോ. വാ. വലതുകാൽ വെച്ച് കയറിക്കോളൂ. ഒന്ന് നിന്നെ. നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കുടിക്കണോ? നീ എന്നോട്ടാടാ എന്നോട് തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയത്? എനിക്ക് ഒരു കാര്യം കൂടി നിന്നോട് ചോദിക്കാനുണ്ട്. ശ്രീലതയുടെ ഗർഭത്തെ കുറിച്ചാണോ? അതെ. അത് എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ. സ്വബോധം ഇല്ലാതെ നീ കാണിച്ചത് നിനക്ക് ഓർമ്മയില്ലെങ്കിലും അവൾക്ക് ഓർമ്മയുണ്ടടാ. സ്വബോധം ഇല്ലാതെയോ? അതെ. വെള്ളടിച്ചു കഴിഞ്ഞാ പിന്നെ നിനക്ക് നീ ആരാണെന്ന് പോലും അറിയില്ലല്ലോ. ഞാൻ എപ്പോ വെള്ളടിച്ചു? അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. കണക്ക് നോക്കിയല്ലോ നീ വെള്ളടിച്ചിട്ടുള്ളത്. എന്നുവെച്ച് മനസ്സറിയാത്ത കാര്യങ്ങൾ എന്റെ മണ്ടേ കെട്ടിവെച്ചോണ്ടല്ലോ. നീ മനസ്സറിയാത്തതാണെങ്കിലും അവൾ അറിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഇതുപോലൊരു കാര്യം കള്ളം പറയോടാ? ഞാൻ അവളുടെ അമ്മായിമ്മ മാത്രമല്ല, അപ്പച്ചിയും കൂടാ. അപ്പോ അവൾ എന്റെ മരുമകളല്ല, മകളാ. ആ ഉത്തരവാദിത്വം ഞാൻ കാണിക്കണ്ടേ? കാണിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷേ അതിന് എന്നെ പ്രതിയാക്കിയല്ല വേണ്ടത്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പ്രതി തന്നെയാടാ. തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചെയ്യാതെ പിന്നെ അവള് ചുമ്മാ പറയോടാ? അമ്മയ്ക്ക് എന്നേക്കാൾ വിശ്വാസം അവളെയാണോ? ഈ കാര്യത്തിലാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യം ഞാൻ സമ്മതിച്ചു തരില്ല. എനിക്കറിയാം എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ തെളിയിച്ചു തരാം. നിക്കണവിടെ. എന്താ നീ എന്തിനുള്ള പുറപ്പാടാ? ശ്രീലതേ, എന്താ സുനിഷ? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് ഇവളോട് തനിച്ച് സംസാരിക്കണം. എടാ, പറഞ്ഞ അനുസരിച്ചാ മതി. അമ്മ അകത്ത് പോ. എടാ ഞാനൊന്ന് പറയട്ടെടാ. ശ്രീലതേ, നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്താടി നിനക്ക് എന്റെ മുഖത്ത് നോക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എങ്കിൽ പറ, എന്നാടി ഞാൻ മദ്യപിച്ച് ബോധം കിട്ടുമെന്ന് നിന്നെ കയറി പിടിച്ചത്? എന്താ സുനിഷേട്ടന് ഓർമ്മയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. ഓർമ്മ ഇല്ലാത്തതാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ? ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്നാ പിന്നെ മറന്നുപോയതാ. സാരമില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. ആതിരക്കുട്ടി, എന്താ ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ഞാൻ ചെയ്യാത്ത കാര്യം എനിക്കെങ്ങനെ ഓർമ്മ വരും? അത് ശരി,
അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ആരും ചതിച്ചു? ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി നീ എന്നെയല്ലേ ചതിക്കാൻ പോകുന്നത്? ഇല്ലാത്ത കഥയോ? ഇല്ലാത്ത കഥയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഗർഭിണിയായി? അത് എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? ഏതായാലും നിങ്ങൾ കഴിവ് കെട്ടവനാണെന്നൊന്നും പറയില്ലല്ലോ. നിങ്ങൾ അംഗീകരിച്ച ഒരു ഗർഭം അപ്പുറത്തൊരുത്തിക്കുണ്ടല്ലോ. അവളെന്റെ ഭാര്യയാണ്. അപ്പൊ പിന്നെ ഞാൻ ആരാ? അഭിനയിക്കാൻ വന്ന് എന്നെ പറഞ്ഞു പറ്റിച്ചവള്. ശരി, ഞാൻ അഭിനയിക്കാൻ വന്നവളാ. പക്ഷെ അന്ന് രാത്രിയിൽ നിങ്ങൾ എന്നോട് കാണിച്ചത് അഭിനയായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലാന്ന്. കള്ളു കുടിച്ചത് ഞാനാണോ അതോ നിങ്ങളോ? എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ കൊച്ചിന്റെ അച്ഛൻ നിങ്ങളാണെന്ന്. ഇത്രയും ഉറപ്പോടെ നിങ്ങളുടെ മറ്റവർക്ക് പറയാൻ പറ്റുമോ ആ കുഞ്ഞ് നിങ്ങളുടെയാണെന്ന്? എന്ത് പറയാനായോ? സുനീഷേട്ടാ വേണ്ട, മാറ്. അതിന് ഇവളെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് സുനീഷേട്ടൻ എന്താ? ഓ അത് ശരി. അപ്പൊ നീ ആയിരുന്നല്ലേ ഇതിന് പിന്നില്? അതേടി, ഞാൻ തന്നെയാ. പിന്നെ എന്റെ ഭർത്താവിനെ പറ്റി ഒരുത്തി അനാവശ്യം പറയുമ്പോ ഞാനല്ലേ ഇടപെടേണ്ടത്? ഞാൻ പറഞ്ഞത് അനാവശ്യമാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? ഇന്നലെ വരെ നീ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ മാത്രം കണ്ടാ മതിയല്ലോ. ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചടി? ഒന്നും കാണിച്ചില്ലല്ലേ? ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്റെ ഭർത്താവിനെ വശീകരിക്കാൻ വന്ന പൂതനല്ലേടി നീ? പൂതന നിന്റെ മറ്റവള്. ചീത്ത വിളിക്കുന്നോടി. ഇനി ഈ വീട്ടിലെ ഏതെങ്കിലും ഒരുത്തി വാല് പൊക്കിയ അരിഞ്ഞു കളയും ഞാൻ. വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ തലേ കയറി നിരങ്ങ അല്ലടി. ആരിവിടെ എന്തൊക്കെ ചന്ദ്രഹാസം ഇളക്കിയാലും എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെ. നിങ്ങൾ രണ്ടുപേരും പ്രസവിക്കുന്ന പിള്ളേരെ എന്റെ കൊച്ചുമക്കളായി ഞാൻ ഈ വീട്ടിൽ വളർത്തും. അതിൽ കമലാക്ഷിക്ക് വേർതിരിവില്ല. കളക്ടറുടെ കൊച്ചെന്നോ കേശവൻ കൊച്ചാട്ടന്റെ കൊച്ചുമോളെന്നോ, രണ്ടും എന്റെ ചോരയാ. തമ്മി തല്ലി ചാകേണ്ടവന്മാർക്ക് ഇപ്പോ ഈ നിമിഷം ഈ പടി ഇറങ്ങി പോവാ. തടയാൻ ആരും വരില്ല. ഇറങ്ങിപ്പോയാ പിന്നെ മറന്നേക്കണം ഈ വീട് മരണം വരെ. എന്താ പോണോ ആർക്കെങ്കിലും? മര്യാദ ആണെങ്കിൽ മര്യാദ. അതല്ല ഇവിടെ കടന്ന് മല മറിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അടിച്ചല്ലാത്തിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. ഇത് കമലാക്ഷിയുടെ വീടാ. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആഹാ, സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ദാ വലത് കാല് വെച്ച് കയറ്. ചെല്ല്.
ചേച്ചി, എന്താടി? നമ്മളീ കാണിക്കുന്നതൊക്കെ ശരിയാണോന്നൊരു തോന്നല്. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു തോന്നല്? അല്ല, കാവേരി ചേച്ചി തോൽപ്പിക്കാനാണെങ്കിലും നമ്മൾ ഇങ്ങനൊരു അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്നത് ശരിയാണോ? എന്ത് അതിക്രമം? അവർക്കാകാമെങ്കിൽ വിശ്വട്ടനും ആയിക്കൂടെ? അതൊക്കെ ഞാനും സമ്മതിക്കുന്നു. പക്ഷേ പക്ഷേ